ഈ കാണുന്നത് നമ്മുടെ പശ്ചിമഘട്ടത്തിലൊക്കെ വളരുന്ന ഒരു ഓർക്കിഡ് ഇനത്തിൽപ്പെട്ട ഒരു കാട്ടു ഓർക്കിഡാണ്. അതായത് നമ്മുടെ വാനിലയുടെയൊക്കെ ഇനത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പൂവ് ഇതുപോലെയാണ്, വാനിലയായിട്ട് ചെറിയ സാമ്യമുള്ള പൂക്കളാണ്. പക്ഷേ ഇതിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വാനില പോലെ ഇലകൾ ഇല്ല എന്നുള്ളതാണ്. ഈ വാനിലയിൽ നീളം ഇലകൾ ഉണ്ടാകും, പക്ഷേ ഇതിൽ അങ്ങനെ നീളം ഇലകൾ ഇല്ല. വളരെ ചെറിയ ഇലയാണ് ഇതിനുള്ളത്. ഇതിൻ്റെ തണ്ടുകൾ നല്ല റബ്ബർ പോലെ ഇരിക്കും. റബ്ബർ പോലെ ഒരു മരത്തെ പൂർണ്ണമായിട്ടും ഇങ്ങനെ ചുറ്റി ചുറ്റി വള്ളി പോലെ ഇങ്ങനെ നാരുകൾ പോലെയാണ് ഇങ്ങനെ കിടക്കുന്നത്. അതായത് നമുക്ക് കാണാൻ കഴിയും, ഇങ്ങനെ മരത്തിൻ്റെ മുകളിലേക്ക് നല്ല ഉയരത്തിലേക്ക് പോകും. ഏകദേശം ഒരു 10-15 മീറ്ററോളം മുകളിലേക്ക് ഇതിങ്ങനെ പടർന്ന് കിടക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഇതിൻ്റെ തണ്ടുകളിൽ ഈ തണ്ടിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ജോയിൻറ്റുകളിൽ നിന്നാണ് ഇങ്ങനെ പൂക്കൾ ഉണ്ടാകുന്നത്. 5 ദളങ്ങളോട് കൂടിയ മഞ്ഞ പൂക്കളാണ് ഈ സസ്യത്തിന് ഉള്ളത്. ഇതിൻ്റെ ഗന്ധം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാനിലയുടെ സ്മെല്ല് അത് തന്നെയാണ് ഇതിന് ഉള്ളത്. പക്ഷേ ഈ ചെടിക്ക് വാനിലയെ പോലെ കായ്കളോ അതുപോലുള്ള ഇലകളോ ഇതിനില്ല. തണ്ടുകൾ മാത്രമാണുള്ളത്. ഇലകൾ വളരെ ചെറുതായിട്ടുള്ള, നമുക്ക് ഏകദേശം ഒരു 2 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ നീളമുള്ള കുഞ്ഞു ഇലകളാണ് ഇതിനുള്ളത്. ഇപ്പോൾ ഒരു പൂവ് ഒരു ഞെട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് അടുത്ത പൂവ് ഉണ്ടാകുന്നത് ഏകദേശം ഒരു 2 മീറ്റർ അകലത്തിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 1 മീറ്ററോ 2 മീറ്ററോ അകലത്തിലൊക്കെയാണ് അടുത്ത പൂക്കൾ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഇതിൻ്റെ പരാഗണം നടക്കാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിൽ കായകൾ ഉണ്ടാകാത്തത് എന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ഈ വനത്തിലുള്ളിൽ ഈ കാണുന്ന ഈ ഓർക്കിഡ് എന്ന സസ്യം. ഈ കാണുന്ന വള്ളികൾ പോലെ ഞാൻ തൂങ്ങിക്കിടക്കുന്നു. ഒരു കുലയിൽ തന്നെ ഒരു 3-4 പൂ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം ഒരു മീറ്റർ അപ്പുറത്തേക്കായിരിക്കും അടുത്ത പൂക്കളും കായകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ വീണ്ടും സസ്യങ്ങളുടെ വീഡിയോകളുമായി വരാം. ഓക്കെ.